അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും നമ്മുടെ മുഖത്തിന്. അല്ലെ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിക്കോളൂ, നല്ലൊരു ഗ്ലോ എന്തായാലും വരും നമ്മുടെ ഫേസിന് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും ഫൈൻ ലൈനൊക്കെ ഇവിടുത്തെയൊക്കെ ഫൈൻ ലൈനും ചുളിവുകളും ഒക്കെ മാറാനായിട്ടും സഹായിക്കുന്നു. പച്ചക്കറികളെ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും പ്രായാധിക്യത്തെ ചെറുക്കാനായിട്ടുമുള്ള കുറച്ച് ഫേസ് മസാജ് കാണിക്കാം. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്ന മസാജാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മുഖമൊക്കെ നല്ല യങ്ങായിട്ടിരിക്കും. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഫേസിൽ മാത്രം മസാജും ഫേസ് യോഗയും ഒക്കെ കൊടുത്താൽ പോരാ, നമ്മുടെ ബോഡിക്കും കൊടുക്കണം. നമ്മുടെ ബോഡിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോർണിംഗിൽ നല്ലൊരു വ്യായാമം തന്നെ കൊടുക്കണം. ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു വ്യായാമം തന്നെ ചെയ്യണം. ഒത്തിരി നേരം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ ആ ഒരു മുഖ സൗന്ദര്യം കൂടുന്നത് പോലെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യവും കൂടാനായിട്ട് ഇത് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ എന്താണ്, നല്ല ഫ്രൂട്ട്സ്, കൊളോജൻ അടങ്ങിയ ധാരാളം നല്ല ഫ്രൂട്ട്സും ഭക്ഷണ സാധനങ്ങളും ഒക്കെ, മീനും ഇറച്ചിയൊക്കെ അത്യാവശ്യം ഒക്കെ കഴിച്ചിട്ട് അത് വേണം. മുട്ടയൊക്കെ വേണം. പക്ഷേ കൂടുതൽ നമ്മൾ വെജിറ്റബിളും ഇലക്കറികളും അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു. മുഖത്ത് നല്ല തുടുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ മുഖസൗന്ദര്യം കൂടാനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ പുറമേ മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഉള്ളിലൂടെ എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലക്കറികളും ഒക്കെ കഴിക്കുമ്പോൾ ധാരാളം കൊളോജൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡള്ളായി പിഗ്മെൻറ്റേഷനൊക്കെ പിടിച്ച് കരിവാളിയൊക്കെ പിടിച്ച് ആകെ മോശമായിട്ട് ചുളിവുകളെല്ലാം വന്നിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കുന്ന കുറച്ച് മസാജാണ് കാണിക്കുന്നത്. നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. കാരണം എല്ലാവർക്കും വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. വാട്സാപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതിനൊക്കെ റിപ്ലൈ അയക്കുന്നുണ്ട്. എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴത്തേനും എല്ലാവരും അതിനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്ലൈ ഞാൻ കറക്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാത്ത ആൾക്കാരുമുണ്ട്. ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചാലും സൺസ്ക്രീം വാങ്ങിക്കാനായിട്ടാണ് ഒക്കെ എന്നോടാണ് ചോദിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇത്രയും വിശ്വസിക്കുന്നതിൽ. അതുപോലെ തന്നെ നിങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ലൈക്ക് തരാൻ മറന്നുപോലെ. പുതിയ ആൾക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുകയാണ് ലൈക്ക് തരിക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു മസാജ് ചെയ്യുന്ന നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഇന്ന് നല്ല ചൂടാണ്. ഇതിൻ്റെ നല്ലതായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് അകത്ത് നിന്നിട്ട് നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണിപ്പം. അപ്പം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അപ്പം തന്നെ നല്ലതായിട്ട് വേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ, നിങ്ങൾക്ക് സ്കിന്നിന് യാതൊരു പ്രോബ്ലം വരാത്ത, എന്താ പറയുക, നമ്മുടെ പിമ്പിൾസും കാര്യങ്ങളും കുരുക്കളും ഒന്നും വരാത്തൊരു ഓയിൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ള മസാജ്, നമ്മൾ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മുടെ കവിളിനൊരു മസാജ് കൊടുക്കുക. ഇത് നമ്മുടെ ആ ഒരു എന്താ പറയുക, കവിള് നന്നായിട്ട് തുടുത്ത് വരാനായിട്ടും അതുപോലെ തന്നെ എന്താണ് പിന്നെ കവിളിലെ റിങ്കിൾസൊക്കെ, ഈ സൈഡിലുള്ള റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു. നമ്മൾ ചുരുട്ടി പിടിക്കുക. ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട, നോർമലായിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കവിളിലിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊരു 1 മിനിറ്റ് നേരം ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. വീണ്ടും നമ്മൾ താഴോട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്യുക. വീണ്ടും നമ്മൾ നെറ്റിയുടെ അവിടെ വന്നിട്ട് നെറ്റിയുടെ അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. വീണ്ടും നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്തു. അതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ ചെയ്യുക. ഇവിടെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കൊടുക്കാം. അത് 1 മിനിറ്റ് നേരം ചെയ്തതിന് ശേഷം മൂക്കിൻ്റെ ഇവിടോട്ട് വരിക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവരിക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. എല്ലാം ഓരോ മിനിറ്റ് നേരം ചെയ്യണം കേട്ടോ. വീണ്ടും നമ്മുടെ നെറ്റിയുടെ ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക.
ഒരു 10 വട്ടം പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒരു മസാജ് ചെയ്യുക. പതുക്കെ കണ്ണിൻ്റെ താഴെ കൂടെ റൊട്ടേറ്റ് ചെയ്ത് സോഫ്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ടൈറ്റാക്കി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഐബ്രോസ് നല്ല ഷേപ്പായിരിക്കാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടും എല്ലാം സഹായിക്കുന്ന ഒരു മസാജാണ്. കണ്ണിൻ്റെ ഭാഗത്തൊന്നും നമ്മുടെ ചുളിവുകളൊന്നും ഉണ്ടാകാത്ത ഇത് ചെയ്ത് കഴിഞ്ഞാലായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തൊരു 10 പ്രാവശ്യം കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് വേർക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റും കൊടുത്തതിന് ശേഷം നേരെ നെറ്റിയിലോട്ട് പോവുക. നെറ്റിയിലോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇതൊരു 10 വട്ടം കൊടുക്കുക. വീണ്ടും നമ്മൾ താഴോട്ട് വരിക, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഒരു 5 വട്ടം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം 3, 4, 5 വട്ടം പിൻ ചെയ്തതിന് ശേഷം വലിച്ചു വിട്ടുന്ന മസാജ് കൊടുക്കുക. ഈ തള്ളവിരൽ ഈ ചെവിയുടെ ഭാഗത്തായിട്ട് ഇവിടെ വന്ന് മുട്ടിക്കുക. 2 സൈഡും 2, 3, 4, 5. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് 1, 2, 3, 4, 5 നമ്മൾ മസാജ് ചെയ്ത ആ ഓരോ സ്പോട്ടിൽ വെച്ച് നമ്മൾ പിന്നെ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഒരു റൊട്ടേറ്റിംഗ് മസാജ് ചെയ്തില്ലേ, പ്രഷർ പോയിൻറ്റിൽ ടച്ച് ചെയ്തുള്ള മസാജാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും അടുത്ത മസാജുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നെക്സ്റ്റ് നമ്മൾ ഇവിടെയാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ എടുത്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നെക്സ്റ്റ് നമ്മൾ ഇവിടെ 1 പ്രഷർ പോയിൻ്റ്, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വട്ടം. വീണ്ടും മേളിലോട്ട് കൊണ്ടുവന്നിട്ട് 1 ഇവിടെ 2 പ്രഷർ പോയിൻ്റ് ടച്ച് ചെയ്യുക, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ തന്നെ നമ്മളെ നന്നായിട്ട് ഇതുണ്ടോ വേർക്കാൻ തുടങ്ങും മുഖമെല്ലാം. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. പക്ഷേ കറക്റ്റ് ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ച മസാജ് എന്താണെന്ന് പറയുക, 1 മിനിറ്റ് നേരം ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു നമ്മൾ ആദ്യം ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇങ്ങനെ ഓരോ പ്രഷർ പോയിന്റ് ചെയ്തു. പിന്നീട് നമ്മൾ ആ പ്രഷർ പോയിന്റ് വെച്ചിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടി കിട്ടും. ഇനി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 വട്ടം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ മുകളിലും പ്രസ് ചെയ്യുക. ഇങ്ങനെ വീണ്ടും നമ്മൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് 1 മിനിറ്റോളം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ മൊത്തം കുഞ്ഞ് എന്താ പറയുക നരമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മുഖത്തിനൊക്കെ നന്നായിട്ട് തിളക്കം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മസാജ് കൊടുക്കുക, ഫേസ് യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുന്ന ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റ് നേരം നമ്മളൊന്ന് പിൻ ചെയ്തു. പിന്നെ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക.
ഒരു 5 വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും നമ്മുടെ മുഖത്തിന്. അല്ലെ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിക്കോളൂ. നല്ലൊരു ഗ്ലോ എന്തായാലും വരും നമ്മുടെ ഫേസിന് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും ഫൈൻ ലൈനൊക്കെ ഇവിടുത്തെയൊക്കെ ഫൈൻ ലൈനും ചുളിവുകളും ഒക്കെ മാറാനായിട്ടും സഹായിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും മാറിക്കിട്ടുന്ന കാര്യമല്ല, അതെല്ലാവരും ചിന്തിക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഫേസ് എക്സസൈസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെ മസാജുകൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പായ്ക്കുകൾ മാറി മാറി ഇട്ടു. അപ്പം തന്നെ നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നിക്കും. ഒരുപാട് പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ റിസൾട്ടൊന്നും കിട്ടാത്ത ആൾക്കാർ നിങ്ങൾ ഇത് ചെയ്ത് കണ്ടുകൊണ്ട് ചെയ്തോളൂ. എന്നിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പം പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സംശയമുണ്ട്, ഞങ്ങൾ ഏതാണ് ചെയ്യുന്നതെന്ന് ഒത്തിരി കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, എല്ലാം നിങ്ങൾക്ക് ചെയ്തു പോകാം. പിന്നെ എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് പോകുന്നത്. ആരും പുറകോട്ട് പോയി കാണത്തില്ല, അറിയാമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങൾ പഴയ ആൾക്കാർ, കണ്ടിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അത് തന്നെ ചെയ്തോളൂ. പിന്നെ ഈ കാണിക്കുന്നതും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഇടയ്ക്കും കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മാറി മാറി ചെയ്യാം. പല പായ്ക്കുകളും മാറി മാറി ഇടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ തികച്ചും നാച്ചുറൽ ആണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു മസാജ് എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.